ഗൈസ് മീനച്ചാർ എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കണ്ടല്ലോ. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാരമീൻ എടുക്കാം, നെയ്മീൻ എടുക്കാം. ഇതൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യമുള്ള മസാലയൊക്കെ ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ അച്ചാർ ചെയ്യുന്നത് അതിൽ തന്നെ വേണം കേട്ടോ ഈ മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് മീൻ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറച്ച് വെച്ച് വേണം വറുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതവിടെ ഒരു സൈഡിലായിക്കോട്ടെ. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായത് നമ്മൾ പച്ചമുളക് എരിവിന് ആവശ്യമായത് എടുത്തിട്ടുണ്ട്. ശേഷം വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇഞ്ചി അതുപോലെ തന്നെ ആവശ്യമുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മൾ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ക്രിസ്പി ആയിട്ട് വേണം നമ്മൾ മീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ കുറേ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. ശേഷം നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ അച്ചാർ സെറ്റാക്കി എടുക്കുന്നത്. ഈ എണ്ണയിൽ നമ്മൾ ആദ്യം കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത്തിരി ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ശേഷം നമ്മൾ ചെയ്ത് മാറ്റി വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മറന്നു പോയതാണ്. കറിവേപ്പില ആദ്യം ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ, നമ്മൾ വിട്ടുപോയതാണ്. കടുക് ഇടുമ്പോൾ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കേണ്ടതായിരുന്നു. നമ്മളിപ്പോഴാണ് കേട്ടോ ഓർത്തത്, അതാണ് ഇപ്പോൾ ചേർത്തത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ വഴറ്റി ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറ് വേണമെങ്കിൽ ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ചേർത്തിട്ടില്ല. ശേഷം വിനാഗിരി, സുർക്ക വിനാഗിരി എന്നൊക്കെ പറയും. ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ട രീതിയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നമ്മൾ 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോഴേക്കും നല്ല തിക്ക് ഫോമിലായിട്ട് അച്ചാർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.